ഫ്രണ്ട്സ്, ഇനി നമുക്ക് യുഎസ്കെയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്കിനെ രാത്രി ഫാ കോൾ ചെയ്യുന്നത് വരെയാണ്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഫാ അവനോട് പറയുന്നത്, ടീറാക്ക് ഞാൻ നിനക്ക് വേണ്ടി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഞാനിതിവിടെ വെച്ചിട്ട് പോകാം, നീ പിന്നീട് വന്ന് എടുത്താൽ മതിയെന്ന്. അപ്പോൾ ഫാ ഇത്രയും വൈകി അവിടെ വന്നത് കൊണ്ട് ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ കാണാനായിട്ട് താഴേക്ക് പോവുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഫാ നീ എന്താ ഇത്രയും വൈകി ഇവിടേക്ക് വന്നതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ ഞാൻ ഇപ്പോഴാണ് വർക്ക് കഴിഞ്ഞ് വന്നത്, അപ്പോൾ ഞാൻ കരുതി നിനക്ക് വയ്യല്ലോ, അപ്പോൾ നിനക്ക് മെഡിസിൻ വാങ്ങി തന്നിട്ട് പോകാമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി, നിനക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് പോസ്റ്റ്പോൺ ചെയ്യാമെന്ന് അവൻ പറയുന്നു. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതൊന്നും വേണ്ട, ഞാൻ ഓക്കെ ആണെന്ന്. ടീറാക്ക് പറഞ്ഞു കഴിഞ്ഞ് ഫായാണെങ്കിൽ ടീറാക്കിന് മെഡിസിൻ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നു, സോറി ടീറാക്ക്, ഞാൻ ഇത്രയും വൈകി ഇവിടേക്ക് വന്നതിനെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതൊന്നും സാരമില്ലെന്ന്. അപ്പോൾ ഫാ പറയുന്നു, പിന്നെ ശരി ഞാൻ പോകുന്നു, നീ പോയി റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ ഫാ പറഞ്ഞത് കേട്ടിട്ട് ടീറാക്ക് അവനോട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറയുകയാണ്. അപ്പോൾ ഫായാണെങ്കിൽ പെട്ടെന്ന് ടീറാക്കിൻ്റെ തലമുടിയിൽ തടവിയിട്ട് ഗുഡ് നൈറ്റ് നോട്ടി ബേബി എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ നല്ല രീതിയിൽ ഷൈ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ടീറാക്ക് റൂമിലേക്ക് വന്നുടനെ എന്തുകൊണ്ടാണ് തൻ്റെ ഹൃദയം ഇത്രയും ഇടിക്കുന്നതെന്ന് അറിയാനായിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ അവന് കിട്ടുന്ന ഉത്തരം ഇതാണ്, നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൈനാണ് അതെന്ന്. അത് കൺഫേം ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ പറയുന്ന വ്യക്തിയോടൊപ്പമുള്ള സമയം നിങ്ങൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാറുണ്ടായിരിക്കും, അതുപോലെ ഓവറായിട്ട് ചിരിക്കാറുണ്ടായിരിക്കും എന്ന്. ടീറാക്കാണെങ്കിൽ ഓരോ പോയിന്റ് വായിച്ചിട്ട് അവനും ഫായും കൂടെ ഉള്ള ഓരോ നിമിഷമായിട്ട് ഓർക്കുകയാണ്. അടുത്ത പോയിന്റ് ഇതാണ്, നിങ്ങൾ അറിയാതെ നിങ്ങൾ അയാളെ നോക്കാറുണ്ടായിരിക്കും, അതുപോലെ അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളെ ഓവറായിട്ട് കെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഉയരുകയായിരിക്കും എന്ന്. എന്നിട്ട് അതിൽ ലാസ്റ്റ് ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടുന്നു എന്നത് തന്നെയാകാനാണ് സാധ്യതയെന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഇതെല്ലാം വായിച്ചതിന് ശേഷം ഫാ കൊടുത്ത ആ മെഡിസിൻ കവർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്നവർ MVയുടെ റിഹേഴ്സൽ ചെയ്യുന്ന സമയം ജോയിൻ ടൈപ്പ് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഇത് കാണുന്ന ലീ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പം ചിരിച്ചേന്ന്. അപ്പോൾ അവർ പറയുന്നു, ചിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ലെന്ന്. അപ്പോൾ ജോയ് പറയാണ്, അത് പിന്നെ ഫായും ടീറാക്കും റിയലായിട്ട് റൊമാൻറ്റിക് ആകുന്നത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നെന്ന്. ഇതൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം ഡോമ പറയുന്നു, ആ റിഹേഴ്സലൊക്കെ കഴിഞ്ഞെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അല്ല എനിക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യണം, ഞാൻ അത്ര കോൺഫിഡൻ്റ് ഒന്നും ആയിട്ടില്ലെന്ന്. അപ്പോൾ ബേബു പറയുന്നു, നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, കാരണം നീ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന. ഇത് കേൾക്കുന്ന ടീറാക്ക് പറയുന്നു, അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലേ, അപ്പോൾ ഒരുപക്ഷെ ഇത് നന്നായിട്ടില്ലെങ്കിൽ അവസാനം എനിക്ക് തന്നെ അത് ഗിൽറ്റി ആയിട്ട് ഫീൽ ആകുമെന്ന്. അപ്പോൾ ബേബു ടീറാക്ക് പറഞ്ഞത് കേട്ടിട്ട് പറയാണ്, അയ്യോ നീ എന്ത് സ്വീറ്റായ ബ്രദറാണെന്ന്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഫായും ഹിയയും എവിടെയെന്ന്. അപ്പോൾ റിയോ പറയുന്നു, അവർ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്, ഉടനെ തന്നെ ഇവിടേക്ക് വരുമെന്ന്. ഇവനിങ്ങനെ പറയുന്ന സമയം തന്നെ അവിടേക്ക് ഹിയയും ഫായും വരെയാണ്. ഫാ വന്നുടനെ ടീറാക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, നീ ഇപ്പോൾ ടയേർഡായിട്ട് നിൽക്കുകയല്ലേ, നീ ഇത് കുടിക്കെന്നും പറഞ്ഞ് ആ ഡ്രിങ്ക്സ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടീറാക്കാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കാനായിട്ട് നോക്കിയിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇത് കാണുന്ന ഫായാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് അവനത് തുറന്നു കൊടുക്കുന്നുണ്ട്. ടീറാക്ക് ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ ചുണ്ട് തുടച്ച് കൊടുത്തിട്ട് അവന് പനി ഉണ്ടോ എന്ന് തൊട്ട് നോക്കിയിട്ട് ചോദിക്കുന്നു, ടീറാക്ക് നീ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ ഓക്കെ ആണെന്ന്. അപ്പോൾ ഇവർ ഈ ചെയ്യുന്നതല്ല അവരെല്ലാവരും അവിടെ ഇരുന്ന് കാണുകയല്ലേ. കുറച്ച് സമയത്തിന് ശേഷമാണ് അവരത് ഓർക്കുന്നത്. അപ്പോൾ ടീറാക്ക് പെട്ടെന്ന് അവരോട് ചോദിക്കുന്നു, നമുക്ക് റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്താലോ എന്ന്. അപ്പോൾ ഹിയ പറയുന്നു, എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്നാണ്, കാരണം നിങ്ങൾ രണ്ടുപേരും ആക്ട് ചെയ്യുന്നത് പോലെ തോന്നുന്നില്ല, റിയൽ ആയിട്ട് ചെയ്യുന്നത് പോലെ തോന്നുമെന്ന്. പിറ്റേന്ന് ടീറാക്കിനെയും ബേബിനെയും വിളിക്കുന്നതിനായിട്ട് ഫായും ഡോമും അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ടീറാക്കിൻ്റെ അച്ഛനാണെങ്കിൽ അവരെ കണ്ടുടനെ ഹലോ പറഞ്ഞിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ടീറാക്കിനെയും ബേബിനെയും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നേല്ലേ, എന്തായാലും കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, അവരിപ്പോൾ വരുമെന്ന്. എന്നിട്ട് ഫായെ നോക്കിയിട്ട് ചോദിക്കുന്നു, നീ ബേബിൻ്റെ ഫ്രണ്ട് അല്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതേന്ന്. ഈ സമയം അവിടേക്ക് ബേബ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനോട്, അച്ഛൻ ഇത് മൂൺഫേ ആണ്, അച്ഛൻ ഇവനെ ഓർമ്മയില്ലേ എന്ന്. അപ്പം അച്ഛൻ പറയുന്നു, ഓ മൂൺഫേ അല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കുറേ നാളായി കണ്ടിട്ടെന്ന്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ബ്രദർ എവിടെയെന്ന്. അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയം തന്നെ ടീറാക്ക് അവിടേക്ക് വരികയാണ്. അങ്ങനെ ടീറാക്കിൻ്റെ അച്ഛൻ ഫായോട് പറയാണ്, ഇവരെ നല്ലതുപോലെ നോക്കിക്കോളേ, പിന്നെ സമയം താമസിച്ച് നിങ്ങൾ പോകാൻ നോക്കുന്ന. അപ്പം ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് അച്ഛൻ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, അച്ഛൻ എന്തെങ്കിലും കാര്യം മറന്നോ എന്ന്. അപ്പം അച്ഛൻ ചോദിക്കുന്നു, ഞാനെന്തോ മറക്കാൻ, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പൈസ ഒക്കെ തന്നു, പിന്നെ എന്തോന്ന്
മറക്കാനെന്ന്. ഇത് കേട്ട ടീറാക്കാണെങ്കിൽ തല താഴ്ത്തിയിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞത് കിസ്സിനെ പറ്റിയാണ്, ഇപ്പൊ എന്റെ തലയിൽ ഒരു കിസ് തരുമോ എന്ന്. ഇത് കേട്ട അച്ഛൻ ചോദിക്കുന്നു, ഡേ നീ ഇത്രയും വലുതായിട്ട് ഞാൻ നിനക്ക് കിസ് തരണമെന്നാണ് പറയുന്നത്, ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇത് ചോദിക്കാൻ നിനക്ക് നാണാകുന്നില്ലേ എന്ന്. ടീറാക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞതൊന്നും അത്ര കാര്യമാക്കാതെ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അമ്മയാണെങ്കിൽ അവനെ ഒന്ന് കൊഞ്ചിച്ചിട്ട് അവനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ വണ്ടി ഇരിക്കുന്നതായിട്ടാണ്. വണ്ടി ഇരിക്കുന്ന സമയം ജോയിയും ടൈപ്പും അതുപോലെ ലീയും നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഹിയയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന്. ഇത് കേൾക്കുന്ന റിയോ പറയുന്നു, നിനക്കത് അറിയണമെങ്കിൽ നീ പോയി ഡ്രൈവറിനോട് ചോദിക്കുന്നു. ഹിയയാണെങ്കിൽ അത് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവനാണെങ്കിൽ റിയോ ഇരിക്കുന്ന സ്ഥലത്തിരിക്കണമെന്നുണ്ട്. അങ്ങനെ രണ്ടുപേര് സീറ്റിന്റെ പേരിൽ വഴക്കിടുകയാണ്. അവസാനം ഹിയയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവൻ്റെ സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ആ വിജയത്തിൻ്റെ സന്തോഷത്തിൽ റിയയെ നോക്കി ഒന്ന് ഇളിച്ച് കാണിക്കുന്നുമുണ്ട്. ഇതൊക്കെ കാണുന്ന ലീ ആണെങ്കിൽ ഇവിടെയും തുടങ്ങിയോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഈ സമയം ഫായാണെങ്കിൽ അവൻ്റെ ചെവി വെച്ചിരുന്ന ഒരു ഹെഡ്ഫോൺ എടുത്ത് ടീറാക്കിൻ്റെ ചെവിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ടീറാക്കാണെങ്കിൽ ഒന്ന് ചിരിച്ചിട്ട് അവ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഓരോ പോയിൻ്റായിട്ട് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫാ ഇടുന്ന ഓരോ പാട്ടും ഫായ്ക്ക് അവന് ഇഷ്ടമാണെന്നുള്ള രീതിയിലുള്ള പാട്ടുകളാണ്. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ അവനെ ഒന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടത്തിലൂടെ തന്നെ ഫായ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ആ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന്. അങ്ങനെ ഫാ പെട്ടെന്ന് തന്നെ പാട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ടീറാക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ബേബിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ടീറാക്കാണെങ്കിൽ ഇങ്ങനെ ചിരിച്ച് ഫായെ നോക്കുമ്പോഴാണ് അവൻ്റെ ഓർമ്മയിൽ ഈ വാക്യം വരുന്നത്, നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടുകയാണെന്ന്. ഇത് ഓർത്തുടനെ ആ സെക്കൻഡ് തന്നെ അവനാണെങ്കിൽ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഇത് കാണുന്ന ഫായ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു ബീച്ചിലെത്തിയതുപോലെയാണ് കാണിക്കുന്നത്. ഫാ ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ബീച്ചിലേക്ക് വരാൻ ഒരുപാട് ഇഷ്ടമല്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതേന്ന്. ഇവർ സംസാരിക്കുന്ന സമയം ജോയിൻ ടൈപ്പും അവിടുത്തെ ചൂടിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് ഹിയ വന്നിട്ട് പറയണ്, എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വരാം. ഇത് കേൾക്കുന്ന റിയോ ചോദിക്കുന്നു, അല്ല എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നീ എന്താ ഈ റിസോർട്ടിലെ ഓണറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന്. ഇത് കേട്ട ഹിയ ചോദിക്കുന്നുണ്ട്, ഡേ നിനക്ക് എന്തോന്നാണെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ഒരു പെണ്ണ് വന്നിട്ട് അവർക്ക് റൂമിന്റെ കീ കൊടുക്കുകയാണ്. അപ്പൊ ബേബു പറയുന്നു, ഓരോരുത്തരുടെ റൂം ഞാൻ തീരുമാനിക്കാന്ന്. ഇത് കേൾക്കുന്ന അവരെല്ലാരും പറയുന്നുണ്ട് അത് വേണ്ടെന്ന്. അപ്പൊ ലീ പെട്ടെന്ന് അവളെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് പറയുന്നു, ഞാൻ എല്ലാവരെയും റൂം തീരുമാനിക്കാന്ന്. എന്നിട്ട് അവൻ ആദ്യം പറയുന്നത് ബേബു ജോയും ഒരു റൂമിലെന്ന്. ഇത് കേൾക്കുന്ന ഡോമിന്റെ ഹാർട്ട് ഉടയുന്നുണ്ട്. കാരണം അവൻ കരുതിയത് അവനും ബേബിനും ഒരേ റൂം കിട്ടുമെന്നാണ്. ഈ കാര്യം പറഞ്ഞ അവരെല്ലാവരും അവനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഡോം ചോദിക്കുന്നു, അല്ല അപ്പൊ ഞാൻ ആരുടെ കൂടെയാണെന്ന്. ഇത് കേൾക്കുന്ന ലീ പറയുന്നു, ഞാനും നീയും ടൈപ്പും ഒരു റൂമിലായിരിക്കുമെന്ന്. ഇപ്പൊ അവരെ റൂമും തീരുമാനിച്ചല്ലോ, ഇനി ബാക്കിയുള്ളത് അവർ 4 പേരല്ലേ. അപ്പൊ ഹിയയ്ക്ക് റിയോയ്ക്കും ഒരു റൂം കൊടുക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അത് അത്ര ഇഷ്ടമൊന്നും പെടുന്നില്ല. പിന്നെ ബാക്കിയുള്ളത് ടീറാക്കും ഫായും അല്ലേ, അവർക്കും ആ ലാസ്റ്റത്തെ കീ കൊടുക്കുകയാണ്. ഇത് കാണുന്ന അവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അതുപോലെ അവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ സന്തോഷമാകുന്നു. പക്ഷെ രണ്ടുപേരും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ബേബ് പറയുന്നു, ഇതൊന്നും ശരിയാവത്തില്ലെന്ന്. അപ്പൊ ഹിയ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ വറിയാകുന്നത്, നിന്റെ അനിയ കുഞ്ഞൊന്നും അല്ലല്ലോ, അവന്റെ കാര്യം നോക്കാൻ അറിയാന്ന്. അങ്ങനെ അവസാനം അവളെ സമ്മതിക്കുകയാണ്. പിന്നെ റൂമിലേക്ക് വന്നു കഴിഞ്ഞ് ടീറാക്ക് ഫായോട് ചോദിക്കുന്നു, നമ്മൾ രണ്ടുപേരും എങ്ങനെ ഒരു ബെഡ് ഷെയർ ചെയ്യുമെന്ന്. അപ്പൊ ഫാ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരാൾ തറയിൽ കിടന്നിട്ട് ഒരാൾ ബെഡിൽ കിടക്കണമെന്ന്. ഇത് കേട്ട ടീറാക്ക് ചോദിക്കുന്നു, അങ്ങനെയോ എന്ന്. അപ്പൊ ഫാ പറയുന്നു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടക്കാന്ന്. എന്നിട്ട് അവൻ തന്നെ പറയുന്നു, ഞാൻ വെറുതെ ജോക്ക് പറഞ്ഞേണെന്ന്. അപ്പൊ ടീറാക്ക് ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നു, എന്നാ ശരി, നമുക്ക് ഒരുമിച്ച് കിടക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം റോക്ക് പേപ്പർ സിസേഴ്സ് കളിക്കാം. എന്നിട്ട് ആരാണോ അതിൽ വിൻ ചെയ്യുന്നത് ആ വിൻ ചെയ്യുന്ന ആൾക്ക് ബെഡിന്റെ ഏത് സൈഡ് വേണമെന്ന് ഡിസൈഡ് ചെയ്യാന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചു തുടങ്ങിയാണ്. കളിയിൽ ജയിക്കുന്നത് ഫായാണ്. അവൻ ജയിച്ചിട്ട് പോലും ടീറാക്കിനോട് പറയുന്നു, ടീറാക്ക് നീ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്തോ എന്ന്. അങ്ങനെ ടീറാക്ക് ആണെങ്കിൽ അത് കേൾക്കാൻ നിന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയി കിടക്കുകയാണ്. എന്നിട്ട് ഫായോടും അവിടെ കിടക്കാനായിട്ട് പറയാണ്. ഫാ കിടക്കുന്ന രീതി കണ്ടിട്ട് ടീറാക്കാണെങ്കിൽ ഫായുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫാ എന്ന് വിളിക്കുകയാണ്. ഇവനിങ്ങനെ പെട്ടെന്ന് വിളിക്കുന്നത് കേട്ട ഫായാണെങ്കിൽ പേടിച്ച് തറയിലേക്ക് വീഴുകയാണ്. അവിടെ നിന്ന് ഫാ എണീറ്റതിന് ശേഷം ടീറാക്ക അവനോട് ചോദിക്കുന്നു, നമുക്ക് ഈ ബെഡിന്റെ നടുക്ക് പില്ലോസ് വെച്ചാലോ എന്ന്. അപ്പൊ ഫാ പറയുന്നു ശരിയെന്ന്. അങ്ങനെ ടീറാക്കാണെങ്കിൽ പില്ലോസ് അവിടെ എടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ഫാ നല്ല വ്യൂ, നമുക്ക് അവിടേക്ക് പോയി ഫോട്ടോസ് എടുത്താലോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ട്. പക്ഷേ ഫായാണെങ്കിൽ അവൻ്റെ ഒപ്പം പോകുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ഫായ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് പോവുകയാണ്.
അവിടെ ഹിയ ബീച്ച് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടേക്ക് റിയോ വന്നിട്ട് അവനോട് പറയുന്നു എനിക്ക് സൺസ്ക്രീൻ ഇട്ട് തരാൻ. ഇത് കേൾക്കുന്ന ഹിയയാണെങ്കിൽ അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ റിയോയാണെങ്കിൽ ഇവിടത്തേക്ക് അവിടത്തേക്കെന്നും പറഞ്ഞ് അവനെ ഇട്ട് ചുറ്റിക്കറക്കുകയാണ്. അവസാനം ഷർട്ട് പൊക്കിയിട്ട് ഷർട്ടിനടിയിലും തേച്ച് കൊടുക്കാൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഹിയ തേച്ച് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവിടെയൊക്കെ സൺസ്ക്രീൻ ഇടുന്നത്, അതിന് സൂര്യപ്രകാശം ഇവിടെ പതിക്കുന്നില്ലല്ലോ എന്ന്. റിയോയാണെങ്കിൽ ഹിയ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവനെ തന്നെ നോക്കിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹിയയും തിരിച്ച് കുറച്ച് നേരം നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റിയോ പറയുന്നു ആ മതി, ഇനി എൻ്റെ ടേൺ ആണെന്ന്. അപ്പം ഹിയ പറയുന്നു അതൊന്നും വേണ്ടെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് പോകുന്ന സമയം റിയോ ആണെങ്കിൽ അവനെ അവിടെ പിടിച്ച് വലിച്ചു നിർത്തിയിട്ട് അവൻ്റെ ഷർട്ടിനുള്ളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. രണ്ടുപേരുടെ ഹൃദയമാണെങ്കിൽ നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട്. ഇത് ശരിയാകത്തില്ലെന്ന് തോന്നിയ റിയോ ആണെങ്കിൽ പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയിട്ട് പറയുന്നു ഞാൻ വെറുതെ ജോക്ക് ചെയ്തേണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ജോക്ക് എന്ന് കേട്ട ഹിയയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൻ ഡേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടുകയാണ്. അവിടെ ടീറാക്കും ഫായും ആണെങ്കിൽ ബീച്ച് സൈഡിലിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എടുത്ത ഫോട്ടോ നോക്കിയിട്ട് ഫാ ടീറാക്കിനോട് ചോദിക്കുന്നു ടീറാക്ക് നീ കുറച്ചുകൂടി അടുത്തേക്ക് വന്നിരിക്കുമോ എന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഓക്കെ പറയുകയാണ്. അപ്പോൾ ടീറാക്ക് പറഞ്ഞത് കേട്ടിട്ട് ഫായാണെങ്കിൽ അവൻ അടുത്തേക്ക് ടീറാക്കിനെ ചേർത്തിരുത്തുകയാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ടീറാക്ക് ഫായോട് ചോദിക്കുന്നുണ്ട് ഫാ നിനക്ക് ഏറ്റവും ഫേവററ്റ് ആയ ബീച്ച് ഏതാണെന്ന്. അപ്പോൾ ഫാ പറയുന്നു എൻ്റെ ഫേവററ്റ് ബീച്ച് ഇതാണെന്ന്. ഇത് കേട്ട ടീറാക്കാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ തോളിൽ കൈയിടുകയാണ്. ഇവർ ഇങ്ങനെ ഇരിക്കുന്ന സമയം അവിടേക്ക് ഹിയയും റിയോയും വരികയാണ്. ഇവരെ കണ്ട ഹിയയാണെങ്കിൽ ഇതുപോലെ റിയോയുടെ കൈ എടുത്ത് അവൻ്റെ തോളിലേക്ക് ഇടുകയാണ്. ഇവനിങ്ങനെ ചെയ്ത കണ്ട റിയോയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ എടുത്തിട്ട് അവനെ പിടിച്ച് തള്ളുകയാണ്. ഇവരവിടെ വഴക്കിട്ടുകൊണ്ട് നിൽക്കുന്ന സമയം അവിടെ ടീറാക്കും ഫായും ആണെങ്കിൽ കിസ് ചെയ്യാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഈ സമയം ബേബ് വന്നിട്ട് എല്ലാവരെയും ഷൂട്ടിങ്ങിനായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫായ ടീറാക്കിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഫ്രണ്ട്സിനോട് പറയുന്നതായിട്ടാണ് ഫസ്റ്റ് സീൻ. അങ്ങനെ റിയോ ആക്ഷൻ പറയുമ്പോൾ ടീറാക്ക് പറയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ എങ്ങനെയാണ് അവരോടുള്ള ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ലെന്ന്. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് എല്ലാവരും ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം ടീറാക്ക് പറയുന്നതൊക്കെ കേട്ടാൽ റിയലായിട്ട് അവൻ പറയുന്നത് പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ടീറാക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. എനിക്ക് അവൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കൂടി കഴിയത്തില്ലെന്ന്. അപ്പോൾ ജോയി പറയുന്നു നീ എന്തിനാ അവനോട് ഇത് പറയാതിരിക്കുന്നത്, നീ എന്തായാലും ഈ കാര്യം അവനോട് പറ, അവനും നിന്നോട് ഫീലിങ്സ് ഉണ്ട് ഉറപ്പാണെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു നിങ്ങൾ ചുമ്മാ ഇമാജിൻ ചെയ്യുന്നതൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ടൈപ്പ് പറയുന്നു അങ്ങനെ ഇമാജിനേഷൻ ഒന്നും അല്ലെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ഫാ വരെയാണ്. ഫായെ കണ്ടിട്ട് ജോയി ആണെങ്കിൽ ഫായുടെ അടുത്തേക്ക് ടീറാക്കിനെ തള്ളിവിടുകയാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം നാണത്തോട് നോക്കുന്നതും അതുപോലെ കണ്ണ് നോക്കുന്നതൊക്കെ ആയിട്ടാണ് പിന്നെയുള്ള സീൻ. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയം റിയോ കട്ട് പറഞ്ഞിട്ട് അടുത്ത സീൻ ഷൂട്ട് ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ ഓരോരോ ഷോട്ടാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും ഫാ ടീറാക്കിന് റോസാപ്പൂവ് കൊടുക്കുന്നതും ബീച്ചിൽ കളിക്കുന്നതും പിന്നെ ഫായ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് കാട്ടിൽ ഫായ അന്വേഷിച്ച് പോകുന്ന സമയം ടീറാക്ക് താഴെ വീഴുന്നതും ഈ സമയം അവിടേക്ക് ഫാ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകുന്നതും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് സൺസെറ്റ് കാണുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം ടീറാക്കും ഫായും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അത് റിയലായിട്ട് മനസ്സ് തുറന്ന് പറയുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഫായോട് ടീറാക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഫായും തിരിച്ച് അവനും ടീറാക്കിനെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീറാക്ക് ഫായുടെ തോളിൽ ചാരി കിടക്കുന്ന സമയത്ത് റിയോ കട്ട് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി അവർ കഴിക്കാനായിട്ട് ഫുഡ് തയ്യാറാക്കുന്നതായിട്ടാണ്. അപ്പം ടൈപ്പ് ടീറാക്കിനോട് പറയുകയാണ് ആ ടീറാക്ക് നിനക്ക് എന്തായാലും നല്ല ആക്ടിങ് സ്കില്ലാണുള്ളത്, നീ നല്ലതുപോലെ ആക്ട് ചെയ്തെന്ന്. അത് കേൾക്കുന്ന ജോയും പറയുന്നു ശരിയാണ്, നീ ആക്ട് ചെയ്തത് കണ്ടാൽ റിയൽ ആണെന്നേ തോന്നൂ, അല്ല നീ ആക്ട് ചെയ്ത സമയത്ത് നിന്റെ മൈൻഡിൽ എന്തായിരുന്നു എന്ന്. ജോയി പറഞ്ഞത് കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ചിന്തിച്ചിട്ട് പറയാണ് ആ സമയം എൻ്റെ മൈൻഡിൽ ഫുഡായിരുന്നു ഉണ്ടായിരുന്നേന്ന്. ഇത് കേട്ടിട്ട് ടൈപ്പും ജോയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ഫുഡോ എന്ന്. ഈ സമയം ഫാ ടീറാക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ഒരു ഡിഷ് കൊടുക്കുകയാണ്. ഇത് കണ്ട ജോയി പറയാണ് എനിക്ക് ജെലസ് തോന്നുന്നു, കാരണം നിനക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരാനെങ്കിലും ആരെങ്കിലും ഉണ്ടല്ലോ, ഞാനും ആഗ്രഹിക്കുന്നു എനിക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കണേ എന്ന്. ഇത് കേട്ട ലീയും ടൈപ്പും ആണെങ്കിൽ അവൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നു എനിക്കിതൊന്നും വേണ്ട, ഞാൻ തന്നെ എനിക്ക് വേണ്ട ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചോളാം എന്ന്. അങ്ങനെ അതിനുശേഷം അവരവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഹിയ ഫായ്ക്ക് ഒരു ഡ്രിങ്ക്സ് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഫാ ചോദിക്കുന്നുണ്ട് കൊള്ളാവുന്ന വല്ലതും തന്നെയാണോ എന്ന്. അപ്പോൾ ഹിയ പറയുന്നു എന്തായാലും നല്ലതായിരിക്കും, നീ കുടിച്ചു നോക്കെന്ന്. അങ്ങനെ അവൻ കുടിച്ചിട്ട് പറയുന്നു കൊള്ളാമെന്ന്. ഈ ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ റിയോയാണ് ഹിയയ്ക്ക് പറഞ്ഞു കൊടുത്തതെന്ന് മനസ്സിലാക്കിയ ഫാ പറയാണ് റിയോ ഇത് ശരിയല്ല, ബിസിനസ് പാർട്ണർ ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ റെസിപ്പിയുടെ സീക്രട്ടൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന്.
റിയോയും ഫായും റിയോ വർക്ക് ചെയ്യുന്ന ബാറിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ്. അതുകൊണ്ടാണ് ഫാ ഇങ്ങനെ പറഞ്ഞത്. ഫാ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഹിയോ ചോദിക്കുന്നുണ്ട്, ദേ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന്. അങ്ങനെ ഇത്രയും ചോദിച്ചിട്ട് അവൻ ചോദിക്കുകയാണ്, പിന്നെ നമുക്ക് ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്താലോ, അതിനായിട്ട് നമുക്ക് പ്രേതകഥ പറഞ്ഞാലോ എന്ന്. എന്നിട്ട് അവൻ തന്നെ ഒരു പ്രേതകഥ പറഞ്ഞു തുടങ്ങിയാണ്. ഇത് ഡോമിൽ സ്റ്റുഡൻസ് സ്പ്രെഡ് ചെയ്ത ഒരു കഥയാണ്. ഒരു പയ്യൻ അവൻ്റെ ഡ്രോയറിൽ നിന്ന് എപ്പോഴും സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ട് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവനാണെങ്കിൽ അവൻ്റെ ഡ്രോയറിനടുത്തേക്ക് പതുക്കെ ചെന്നിട്ട് ആ ഡ്രോയർ തുറക്കുകയാണ്. ഇത് തുറന്നു നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഷോക്കായി പോവുകയാണ്. പെട്ടെന്ന് ആ ഡ്രോയറിനുള്ളിൽ നിന്ന് ഒരു ഫിംഗർലെസ് ആയ കൈ പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ബോഡി ലൈറ്റ് ബ്ലൂ കളറായിരുന്നു. അതുപോലെ അതൊരു പാട്ട് പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഒരു പാട്ട് പാടുകയാണ്. ആ ഡോറേമോനെന്ന്. ഇത്രയും നേരം ഈ കഥ കേട്ട് പേടിച്ചിരുന്ന അവരാണെങ്കിൽ ഇതിനാണാടാ മനുഷ്യനെ ഇത്രയും പേടിപ്പിച്ചതെന്ന രീതിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഹിയ പറഞ്ഞത് കേട്ടിട്ട് ലീ പറയാണ്, ഇതത്രയ്ക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ, ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞ് അവനൊരു കഥ പറഞ്ഞു തുടങ്ങിയാണ്. അവൻ പറയാണ്, ഞാനും ഫായി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഞങ്ങളെ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോകാനായിട്ട് നടക്കുന്ന സമയം അങ്ങനെ ഫാ പറഞ്ഞ് നമുക്ക് ഷോർട്ട് കട്ട് വഴി പോകാമെന്ന്. ഇവൻ പറഞ്ഞ വഴി ഫുൾ ഇരുട്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയം ഞങ്ങളെ ആരും ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഫായുടെ കയ്യിലേക്ക് ചെന്ന് പിടിച്ചിട്ട് അവനോട് ആ കാര്യം പറഞ്ഞു. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ ഫായും ഒരാൾ ചിരിക്കുന്നത് കേൾക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പതുക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഇരുന്ന് ചിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച ഞങ്ങൾ രണ്ടുപേരും ഓടി റൂമിലേക്ക് കയറി ബ്ലാങ്കറ്റ് മൂടി ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇതൊക്കെ നടന്നത് ഇവിടെ വെച്ചാണെന്ന്. ഇതൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ കോമഡി കഥ പറഞ്ഞ ഹിയയാണെങ്കിൽ ഇപ്പോൾ പേടിച്ച് ചാവു എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ ജോയ് ആണെങ്കിൽ ഒരു ന്യൂസും കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ശരിയാ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നാണെന്ന്. ജോയ് പറഞ്ഞത് കേട്ടിട്ട് ലീയെ ഞെട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലീ ഇത്രയും നേരം പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്നാണ്. അങ്ങനെ ആ ന്യൂസ് കാരണം അവരെല്ലാവരും കൂടുതൽ പേടിക്കുകയാണ്. ഇതിനിടയിൽ ഫാ ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയാകുന്നുണ്ടോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, എനിക്കങ്ങനെ പേടിയൊന്നും ആകുന്നില്ലെന്ന്. ഈ സമയം ഹിയയോട് ഡോം പറയാണ്, നീ നോക്കിക്കോ ഹിയ, ആ പയ്യൻ എന്തായാലും നിന്റെ അടുത്തേക്ക് ഇന്ന് വരും, നീ സൂക്ഷിച്ചോ എന്ന്. ഇത് കേട്ട ഹിയ പറയുന്നു, ഇതൊന്നും കേട്ടിട്ട് ആർക്കും ഒരു പേടിയും ആയില്ല, എനിക്ക് ഒരു പേടിയും ഇല്ലെന്ന്. ഇവ സംസാരിക്കുന്നത് കേട്ട് റിയോയാണെങ്കിൽ പെട്ടെന്ന് ബൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു അടി കൊടുക്കുകയാണ്. ഇത് കേട്ട് പേടിച്ച ഹിയയാണെങ്കിൽ തറയിലേക്ക് വീഴുന്നുമുണ്ട്. ഇതൊക്കെ കാണുന്ന അവരെല്ലാവരും ആണെങ്കിൽ നല്ലതുപോലെ അവിടെ നിന്ന് ചിരിക്കുകയാണ്. പിന്നെ റൂമിലേക്ക് വരുമ്പോൾ ടീറാക്ക് ഫായോട് ചോദിക്കുന്നുണ്ട്, ഫാ ലീ പറഞ്ഞ സ്റ്റോറി സത്യമാണോ എന്ന്. അപ്പൊ ഫാ ആണെങ്കിൽ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നുണ്ട്, അല്ല ഫാ നീ എന്തിനാ ചിരിക്കുന്നേന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ പുറകിലോട്ട് നോക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ച് ഫായുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ടീറാക്ക് കാല് തെറ്റി ബെഡിലേക്ക് വീഴുകയാണ്. അവൻ്റെ മുകളിലൂടെ ഫായ ചെന്ന് വീഴുന്നുണ്ട്. താൻ ഫായയുടെ കയ്യിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ അവൻ്റെ മുഖം ഫായയുടെ മുഖത്തിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഷോക്ക് ആവുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം ഫാ അവനെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് മാറുന്നു. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഫായോട് ടീറാക്ക് ചോദിക്കുന്നുണ്ട്, ഫാ നിന്റെ കൈ വേദനിച്ചോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, ഇല്ലെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, അല്ല അവിടെ എന്താണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ അവിടേക്ക് നോക്കിയിട്ട് പറയുന്നു, അവിടെ ടവലാണ് ഇട്ടിരിക്കുന്നതെന്ന്. ടീറാക്കിനാണെങ്കിൽ അത് നോക്കുമ്പോഴാണ് സമാധാനമാകുന്നത്. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാമെന്ന്. എന്നിട്ട് ആ ടവൽ എടുത്തിട്ട് അതിനോട് ദേഷ്യപ്പെടുകയാണ്. ഫായാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. ഈ സമയം ഫായ്ക്കൊരു കോള് വരികയാണ്. അങ്ങനെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ബാറിൽ ഒരു സ്റ്റാഫാണ് വിളിച്ചിരിക്കുന്നത്. ആ സ്റ്റാഫ് പറയുകയാണ്, നമ്മുടെ ബാറിൽ ഒരു ഫൈറ്റ് നടന്നു, നമ്മൾ അവരെ ഇപ്പം പിടിച്ചു വെച്ചേക്കാണെന്ന്. അത് കേട്ടിട്ട് ഫാ ചോദിക്കുന്നു, അവർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണോ എന്ന്. അപ്പം അയാൾ പറയുന്നു, അല്ല സാർ, ഇതിനു മുമ്പ് ഞങ്ങൾ ആരും ഇവരെ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ റിയോയെയും ഹിയയെയാണ് കാണിക്കുന്നത്. ലീ പറഞ്ഞ പ്രേതകഥ കേട്ട് പേടിച്ച ഹിയയാണെങ്കിൽ റിയോയെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ കുളിക്കുന്ന സമയം കൂട്ടിൽ പിടിച്ച് നിർത്തുകയാണ്. റിയോ ചോദിക്കുന്നുണ്ട്, ഞാൻ പോകട്ടെ എന്ന്. അപ്പോൾ ഹിയ പറയുന്നു, നീ പോവല്ലേ എന്ന്. ഹിയയാണെങ്കിൽ അതിലെ കർട്ടൻ പോലും പിടിച്ചിടാതെയാണ് അവിടെ നിന്ന് കുളിക്കുന്നത്. ഇത് കണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, നിനക്ക് ഈ കർട്ടനെങ്കിലും ഇട്ടിട്ട് നിന്ന് കുളിച്ചൂടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് പ്രേതത്തെ പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഹിയ
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഫായാണെങ്കിൽ റിയോയ്ക്ക് ബാറിലെ പ്രശ്നത്തെ പറ്റി മെസ്സേജ് അയക്കുകയാണ്. റിയോയുടെ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹിയയാണെങ്കിൽ അവൻ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ ഫോണിൽ എന്താണെന്ന് നോക്കിയിട്ട് റിയോയെ ഗ്ലാസ്സിൽ തട്ടി വിളിക്കുന്നു. റിയോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനാണെങ്കിൽ കുളിച്ചോണ്ട് നിന്ന അതേ രീതിയിലാണ് അവിടെ വന്ന് നിൽക്കുന്നത്. റിയോ പെട്ടെന്ന് കണ്ണ് പൊത്തിയിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ നീ ഞാൻ പറഞ്ഞതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേന്ന്. ഇവനാണെങ്കിൽ ഇത്രയും പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. ഇവനൊന്നും ഇടാതെയാണ് ഇറങ്ങി വരുന്നതെന്ന് കരുതിയ റിയോയാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് വന്നതെന്ന്. ഇവനിങ്ങനെ നോക്കി സംസാരിക്കുന്നത് കണ്ട ഹിയ പറയുന്നു, ഞാൻ ടവൽ ഉടുത്തിട്ട് തന്നെയാ വന്നതെന്ന്. അങ്ങനെ അത് കേൾക്കുമ്പോഴാണ് റിയോയ്ക്ക് സമാധാനമാകുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഹിയയെ ബാത്റൂമിലേക്ക് കയറ്റി ഡോറ് ലോക്ക് ചെയ്തിട്ട് അതിലെ കർട്ടൻ ഇടുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ നെഞ്ച് കൈവച്ചിട്ട് അവൻ്റെ ഹൃദയമെടുപ്പ് നോക്കിയാണ്. അവൻ്റെ ഹൃദയമാണെങ്കിൽ നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് റിയോ ഹിയെ ടീസ് ചെയ്യുന്നതൊക്കെ റിയോയ്ക്ക് ഹിയെ ഇഷ്ടമായത് കൊണ്ടാണെന്നാണ്. അവിടെ ഫാ കുളിച്ചിട്ട് കൈ നോക്കി വരുന്നത് കണ്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, ഫാ നിനക്ക് നിൻ്റെ കൈ വേദനിക്കുന്നു, അത് ഞാൻ നിൻ്റെ കയ്യിലൂടെ വീണത് കൊണ്ടല്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, എന്തായാലും നീ ഇവിടെ വന്നിരിക്കും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ടീറാക്ക് പറഞ്ഞത് കേട്ടിട്ട് ഫായാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായ്ക്ക് തല തോർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തല തുടച്ചുകൊണ്ടിരിക്കുന്ന സമയം ടീറാക്ക് ഫായുടെ ചുണ്ട് ഡ്രൈ ആയിരിക്കുന്നത് കണ്ടിട്ട് അവന് ലിപ് ബാം ഇട്ട് കൊടുക്കാമെന്ന് പറയാണ്. എന്നിട്ട് ആദ്യം അവനാണെങ്കിൽ അവൻ്റെ ചുണ്ടിലേക്ക് ലിപ് ബാം ഇടുകയാണ്. അപ്പോൾ ഫായാണെങ്കിൽ അവൻ്റെ ലിപ്പ് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ടീറാക്ക് ഫായുടെ ലിപ്പിൽ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് കൊണ്ട് ടീറാക്കാണെങ്കിൽ ഇനി ഇത് കണ്ടിന്യൂ ചെയ്താൽ ശരിയാവില്ല എന്ന രീതിയിൽ പെട്ടെന്ന് അവരോട് ചോദിക്കുന്നു, നമുക്ക് ഉറങ്ങിയാലോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, ആ ശരിയെന്ന്. അങ്ങനെ കിടക്കുന്ന സമയം ടീറാക്കിനാണെങ്കിൽ ഈ പ്രേതകഥ കാരണം നല്ല പേടിയാകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഫാ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ, ലീ പറഞ്ഞ സ്റ്റോറി കേട്ട് ഞാൻ പേടിച്ചിരിക്കുകയാണെന്ന്. അത് കേട്ടിട്ട് ഫാ പറയുന്നു, ആ ശരി എന്നാൽ ഞാൻ ലൈറ്റ് ഓഫ് ആക്കുന്നില്ലെന്ന്. ലൈറ്റ് ഓണായി കിടന്നിട്ടും ടീറാക്കിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ ആ ബെഡിനെ നടുക്ക് വെച്ചേക്കുന്ന ഓരോ പില്ലോ ആയിട്ട് എടുത്തു മാറ്റിയാണ്. ഇത് കാണുന്ന ഫാക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നതും ഇല്ല. അങ്ങനെ അടുത്ത ഒരു പില്ലോ എടുക്കുന്ന സമയത്ത് ഫായും ആ പില്ലോയുടെ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് അവിടെ എണീറ്റിരിക്കുകയാണ്. ഇത് കാണുന്ന ടീറാക്കാണെങ്കിൽ എണീറ്റിട്ട് പറയുന്നു, അത് പിന്നെ എനിക്ക് പേടിയാകുന്നു, ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ പില്ലോസൊക്കെ എടുത്ത് മാറ്റിയാലോ എന്ന്. അപ്പം ഫാ പറയുന്നു, ആ ശരി എടുത്ത് മാറ്റാന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി ആ പില്ലോസൊക്കെ എടുത്ത് മാറ്റിയാണ്. എന്നിട്ട് ഫാ പറയണ്, നീ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല, നീ പേടിക്കുന്ന സമയം നീ എന്നെ ചേർന്ന് കിടന്നാൽ മതിയെന്ന്. അങ്ങനെ ഫാ പറഞ്ഞു കഴിഞ്ഞ് രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. അപ്പം ടീറാക്കാണെങ്കിൽ പേടിച്ച് ഫായുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ഫായാണെങ്കിൽ അവനോട് പറയാണ്, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, നീ പേടിക്കണ്ടെന്ന്. ഈ സമയം രണ്ടുപേരുടെ ഹാർട്ട് ബീറ്റ് നല്ലതുപോലെ കൂടുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ഓരോ ഇൻസിഡൻ്റ് ആയിട്ട് ഓർക്കുകയാണ്. എന്നിട്ട് ഫാ നമുക്ക് കപ്പിൾസ് ചെയ്യുന്നത് ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് ടീറാക്കിനെ കിസ് ചെയ്യണ്. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സമയം കിസ് ചെയ്യണ്. അതും കറണ്ട് വന്നതുപോലെ രണ്ടുപേരും അറിയുന്നില്ല. പിന്നെ ഫായുടെ ഫോണിൽ ഒരു കോൾ വരുമ്പോഴാണ് രണ്ടുപേരും കിസ് ചെയ്യുന്നത് നിർത്തുന്നത്. അപ്പം ടീറാക്ക് പറയാണ് ഫായോട്, നീ ആ കോൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഫാ പറയുന്നു, ഞാനിത് അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന്. ടീറാക്കിൻ്റെ ഹാർട്ടാണെങ്കിൽ നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട്. ഫായെ വിളിച്ചിരിക്കുന്നത് ബാറിലെ സ്റ്റാഫാണ്. ഹോട്ടലിൽ ഏതോ ഒരു കസ്റ്റമർ ഫുഡിനെ പറ്റി എന്തോ കംപ്ലൈൻറ്റ് പറഞ്ഞു, അതിനെ പറ്റിയാണ് ഇപ്പോൾ ഫായോട് പറയുന്നത്. അപ്പോൾ ഫാ പറയുന്നു, ഞാൻ അവരോട് സംസാരിക്കാമെന്ന്. അങ്ങനെ സ്റ്റാഫ് പറയുന്നു, എന്നാൽ ശരി സാർ, ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ കോൾ കണക്ട് ചെയ്ത് തരാമെന്ന്. ഇവനിവിടെ സംസാരിക്കുമ്പോൾ അകത്ത് ടീറാക്കിനാണെങ്കിൽ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ട്. അതുപോലെ ഇവൻ തിരിച്ചു വന്നാൽ നിർത്തിയത് കണ്ടിന്യൂ ചെയ്യുമെന്ന പേടിയുണ്ട്. അത് കാരണം അവനാണെങ്കിൽ ഉറങ്ങുന്നത് പോലെ ആക്ട് ചെയ്യണ്. രാവിലെ ടീറാക്ക് ഫായുടെ പുറത്ത് കൈയിടുമ്പോഴാണ് അവൻ ഇന്നലെ ഫായുടെ അടുത്താണ് കിടന്നതെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് ഫായോട് ഗുഡ് മോർണിംഗ് ഫാ എന്ന് പറയുകയാണ്. അപ്പോൾ ഫായാണെങ്കിൽ ടീറാക്കിനോട് ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് ഇന്നലെ രാത്രി ഞാൻ നല്ലതുപോലെ ഉറങ്ങി, പിന്നെ ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഫാക്കാണെങ്കിൽ ഇവൻ ചെയ്യുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവർ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയം അവിടേക്ക് ഹിയയും റിയോയും വരികയാണ്. അപ്പം റിയോയാണെങ്കിൽ ഹിയ കൊണ്ടുവന്ന ഒരു ഫുഡിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുകയാണ്. ഇത് കാണുന്ന ഹിയ പറയാണ്, അത് എൻ്റേതാണെന്ന്. ഇത് കേട്ടുടനെ റിയോയാണെങ്കിൽ അവൻ്റെ പാത്രത്തിലിരുന്ന ഒരു പൈനാപ്പിൾ കഷ്ണം എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന അവൻ ചോദിക്കുകയാണ്, നീ ഇത് തറയിലിട്ട പീസല്ലേ എനിക്ക് തരുന്നേന്ന്. അപ്പം അവൻ പറയുന്നുണ്ട് അല്ലെന്ന്. അപ്പം അവന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവൻ ഡോമിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത് തറയിലിട്ടതല്ലേന്ന്.
അപ്പോൾ ഡോം പറയുന്നു അങ്ങനെയൊന്നുമില്ല, നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ. അങ്ങനെ ഡോം പറഞ്ഞത് കൊണ്ട് മാത്രം ഇവനാണെങ്കിൽ അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ റിയോ ചോദിക്കുന്നുണ്ട് നല്ല സ്വീറ്റ് ആയിട്ടില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ സ്വീറ്റ് ആയിട്ടുണ്ടെന്ന്. ഈ സമയം അവിടെ ടൈപ്പിന് ജോയും എന്തോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ടീറാക്കും ഫായും വരെയാണ്. അതും രണ്ടുപേരും വന്നുടനെ അടുത്തിരിക്കാതെ അങ്ങോട്ട് കുറച്ച് മാറിയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് അല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇതെന്ത് പറ്റിയെന്ന്. അപ്പോൾ ബേബാണെങ്കിൽ ഡോമിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടിട്ട് എന്തോ പന്തികേടില്ലേ എന്ന്. അപ്പോൾ ഡോം ചോദിക്കുന്നു എന്തോന്നെന്ന്. അപ്പോൾ ബേബാണെങ്കിൽ പറയുന്നു നീ നോക്കുന്നു. അങ്ങനെ നോക്കിയിട്ട് അവനും പറയുന്നു ആ നീ പറയുന്നത് ശരിയാണെന്ന്. അങ്ങനെ ബേബ് ടീറാക്കിനോട് ചോദിക്കുന്നു ടീറാക്ക് നീ ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങിയില്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ആ ഞാൻ നല്ലതുപോലെ ഉറങ്ങിയെന്ന്. അപ്പോൾ ടീറാക്കിനോട് ബേബ് പറയാണ് നിന്നെ കണ്ടിട്ട് നല്ല ടയേർഡായിട്ട് തോന്നുന്നു, നിനക്ക് വയ്യെന്ന്. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അപ്പോൾ ബേബാണെങ്കിൽ തിരിഞ്ഞിട്ട് ലീക്ക് കണ്ണ് കാണിക്കുന്നുണ്ട് നീ ഫായോട് ചോദിക്കുന്നു. അങ്ങനെ ഫായ ലീ നോക്കുന്ന സമയത്ത് ഫായ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.